കുർത്തീസിൽ നമ്മളെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് പലരും കൺസിഡർ ചെയ്യാത്തതും എന്നാൽ ഒരു കാറ്റഗറി കൺസിഡർ ചെയ്യുന്നതുമായിട്ടുള്ളൊരു കാര്യമാണ് ലൈനിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഏത് കുർത്തിയാണെങ്കിലും അതിനൊരു ലൈനിങ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അത്രത്തോളം ആ ഒരു കംഫർട്ടിനെ എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ക്രേപ്പ് ഉപയോഗിക്കുന്നുണ്ട്, സാൻഡൂൺ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ കോട്ടൺ ലൈനിങ്സ് അതിൽ തന്നെ ലോ ക്വാളിറ്റി ഉണ്ട്, ഹൈ ക്വാളിറ്റി ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ആ ഒരു ഡ്രസ്സ് ഇടുമ്പോൾ ഒരു ഫീൽ ആൻഡ് കംഫർട്ട് നമുക്ക് കിട്ടുക. ഇപ്പോൾ നമ്മൾ ക്രേപ്പ് ലൈനിങ് യൂസ് ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ ഞാൻ പല ബ്രാൻഡ്സിലും അല്ലെങ്കിൽ പല ഇതിലും കണ്ടിട്ടുണ്ട്. അതായത് ശരിക്ക് നമുക്കൊരു പ്രീമിയം എന്ന് പറയണമെങ്കിൽ അത് സാൻഡൂൺ ആണ്. അതായത് ഡൈ ചെയ്തിട്ട് നമ്മൾ ആ സാൻഡൂൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര നമുക്ക് കംഫർട്ട്, നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യും. ഒരിക്കലും നമുക്കൊരു ടെമ്പറേച്ചർ കൂടിയ ഫീൽ ഉണ്ടാവില്ല. പക്ഷേ നമ്മളതിനെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് നല്ല നോളജ് ഉണ്ടാവണം. ഈ ക്രേപ്പ് ആണെങ്കിലും ക്രേപ്പിൽ തന്നെ ലോ ക്വാളിറ്റി ഉണ്ട്. ഇപ്പോൾ ഇങ്ങനെ പിന്നിയ പോലത്തെയൊക്കെ തോന്നും. അത് ഉപയോഗിക്കുക, അതിന് ചൂടെടുത്തിട്ട് നമുക്കൊരു പൊളിസ്റ്റർ കണ്ടൻറ്റ് ഉള്ളതാണ് ഈ ക്രേപ്പ് എന്ന് പറയുന്നത്. പക്ഷേ അതിൽ തന്നെ നല്ല ക്രേപ്സ് ഉണ്ട്. അതായത് കുറച്ച് റേറ്റ് കൂടിയതാണെങ്കിലും നല്ല ക്രേപ്പ് യൂസ് ചെയ്താൽ നമുക്ക് ഓൾ ഓവർ ആ ഡേ അടിപൊളിയായിട്ട് പോകും. ഇനി കോട്ടൺ ലൈനിങ് നമ്മൾ വെക്കുമ്പോൾ ഇതേപോലെ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ് നല്ല പ്യുവർ കോട്ടൺ ലൈനിങ് വെക്കാൻ പറ്റണം. അതിൽ തന്നെ ചിലപ്പോൾ റേറ്റ് ഉണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 150 ഒക്കെ റേഞ്ചുള്ള കോട്ടൺ ലൈനിങ് വരെ ഉണ്ട്. പക്ഷേ എൻ്റെ ബോഡിക്ക് അതാണ് ചേരണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് കംഫർട്ട് വൈസ് വേണമെങ്കിൽ അങ്ങനത്തെ വെച്ചാൽ നമ്മുടെ ഹോൾ ഡേ അല്ലെങ്കിൽ ആ ഒരു ഡ്രസ്സിനെ നമുക്കൊരു കംഫർട്ടിൻ്റെ ലെവലിലേക്ക് കൊണ്ടുവരാൻ അതിന് പറ്റും. നമ്മൾ ആ സമയത്ത് നമ്മളൊരു 5 10 അല്ലെങ്കിൽ ഒരു 50 രൂപ 200 രൂപ പിശുക്കി കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന ഫ്രസ്ട്രേഷൻ, ദേഷ്യം, ചൂട് ഇതൊക്കെ നമുക്ക് ഭയങ്കര പിന്നീട് ഞാൻ പറയാമല്ലോ, പ്രത്യേകിച്ച് ഒരു പീരീഡ്സ് ആയ ദിവസങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് നമ്മളുടെ തന്നെ ഒരു മൂഡ് മാറി നിൽക്കുന്ന സമയത്ത് ഈ ഒരു ഡ്രസ്സിന് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിരിക്കും. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു കംഫർട്ട് ഇനി മുതൽ അങ്ങനെ ആഗ്രഹിച്ച് കഴിഞ്ഞ് ഇനിയുള്ള ഒരു ലൈഫിൽ നമ്മുടെ ഈ ഒരു ക്ലൈമറ്റിന് നമ്മൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു ലൈനിങ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ. അപ്പോൾ അത് പഠിക്കുക, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക, കുറച്ചും കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവുള്ളൂ. നമ്മളിവിടെ 4-5 ടൈപ്പ് ലൈനിങ്സ് ഓരോ ഫാബ്രിക്കിനനുസരിച്ചാണ് നമ്മൾ ആഡ് ചെയ്തത്. ഒരു കോമൺ ഫോർമുലയല്ല. ഓരോന്നിനും അതിൻ്റേതായ കംഫർട്ട് നോക്കിയിട്ടാണ് ചെയ്യാറ്. അപ്പോൾ അതൊക്കെയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ പലരും പറയാറുണ്ട് കാണുന്ന ഇടുമ്പോഴൊരു സുഖം എന്താണെന്ന്. അത് മനസ്സിലാക്കി നോക്കുക. ഓക്കെ, താങ്ക് യു.